ഏതാണ്ട് 1/2 ഡസൻ ലോക നേതാക്കളുമായിട്ടാണ് സെലൻസ്കി ട്രംപിനെ കാണാൻ പോയത്. പക്ഷെ പോയിട്ടൊരു കാര്യമില്ല. ട്രംപ് സെലൻസ്കിയെ തേച്ചു എന്ന് പുതിയ ഭാഷയിൽ പറഞ്ഞത് ശരിയാണോ? ഇല്ല. ആ ട്രംപിൻ്റെ ഈ വീക്ക്നെസ് മനസ്സിലാക്കിയാണ് ഇത്തവണ സെലൻസ്കി പെരുമാറിയത്. സെലൻസ്കിയും ട്രംപും തമ്മിൽ ഒരു ഷോ ഡൗൺ പഴയ പോലെ വഴക്കും ബഹളം ആകാതിരിക്കാനാണ് ഈ നേതാക്കന്മാരെല്ലാം ഓടി അവിടെ ചെന്നത്. 5-6 രാഷ്ട്രത്തലവന്മാർ, യൂറോപ്യൻ യൂണിയൻ്റെ ചെയർമാൻ, നാറ്റോയുടെ ജനറൽ സെക്രട്ടറി. അതെ, ഇവരൊക്കെ പോയെന്ന് വെച്ചാൽ ഇത് വഴക്കിട്ട് പിരിയും. വഴക്കിട്ട് പിരിഞ്ഞു കഴിഞ്ഞാൽ ട്രംപിൻ്റെ ഭ്രാന്ത് ട്രംപ് പുട്ടിൻ്റെ കൂടെ അങ്ങ് ചേരും. എന്നാൽ ഞാനില്ലടാ, നീ എന്താണെന്ന് വെച്ചാൽ ചെയ്യുന്നൊക്കെ പറഞ്ഞു. അങ്ങനെ വഴക്കമാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരെല്ലാം കൂടെ ഒരു മോറൽ പ്രഷർ എന്നുള്ള നിലയ്ക്കാണ് ഇവരൊക്കെ അവിടെ തന്നെയുണ്ട്, വൈറ്റ് ഹൗസിൽ തന്നെയുണ്ട്. അവിടെ വെച്ചിട്ടാണ് സെലൻസ്കി സംസാരിക്കുന്നത്. അപ്പോൾ സെലൻസ്കിക്കും ഒരു നിയന്ത്രണം വരും, ട്രംപിനും ഒരു നിയന്ത്രണം, ഒരു ബലവും വരും. അപ്പോൾ ഇന്നലെ സെലൻസ്കി ട്രംപും സംസാരിക്കുമ്പോൾ സെലൻസ്കി താങ്ക് യു പറഞ്ഞു തുടങ്ങി. ട്രംപിൻ്റെ വലിയൊരു വീക്ക്നെസ്സാണ് ഈ താങ്ക് യു. ട്രംപ് അത് പരസ്യം എനിക്കൊരു താങ്ക് യു പോലും പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി ചൂടാവാറുണ്ടല്ല. അപ്പോൾ സെലൻസ്കി അത് മനസ്സിലാക്കിയിട്ട് തുടക്കം മുതൽ താങ്ക് യു പറഞ്ഞു. ഇടയ്ക്കിടയ്ക്ക് താങ്ക് യു ഒരു 6 എണ്ണം വരെ ഞാൻ എണ്ണി. അത് ശരി. പിന്നെ ഞാനങ്ങ് വിട്ടു. കാരണം ഇയാൾ പൂട്ടിന് പീരെ ഇടുന്ന പോലെ ഇങ്ങനെ താങ്ക് യു പറഞ്ഞുകൊണ്ടിരിക്കുക. താങ്ക് യു പ്രസിഡന്റ്, താങ്ക് യു പ്രസിഡന്റ്, താങ്ക് യു പ്രസിഡന്റ്, ബട്ട് ഫോർ യു ദിസ് ഡോണ്ട് ഹാവ് ഹാപ്പൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നു. അപ്പോൾ അതിനനുസരിച്ച് ട്രംപ് ഇതൊക്കെ എന്ത് എന്നുള്ള മട്ടിൽ അതൊക്കെ കാണേണ്ടതാണ്. ഇത്ര ബാലിശ്യമായിട്ടൊക്കെ ഒരു മനുഷ്യൻ പെരുമാറുക. അപ്പം അങ്ങനെ വലിയ താങ്ക് യു ഒക്കെ പറഞ്ഞു. ഇതിനകത്ത് ഒരു സക്സസ് ഉണ്ടായിരിക്കുന്നത് ട്രംപിനാണ്. കാരണം ഈ അമേരിക്കൻ ഗ്യാരണ്ടി സമ്മതിക്കാം എന്ന് സെലൻസ്കി ഏറ്റു. അതായത് നാറ്റോയിൽ ചേർന്നില്ലെങ്കിൽ പ്രൊട്ടക്ഷൻ കൊടുക്കാം, അമേരിക്ക പ്രൊട്ടക്ഷൻ കൊടുക്കും. അത് സെലൻസ്കിക്ക് സമ്മതമാണ്. സെലൻസ്കിയുടെ ആവശ്യം നാറ്റോയിൽ ചേരുക എന്നുള്ളതാണ്. നാറ്റോക്കാരുടെ ആവശ്യവും സെലൻസ്കിയെ നാറ്റോയിൽ ചേർക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതില്ലാതെ അത് പുടിൻ ഏതായാലും സമ്മതിക്കാൻ പോകുന്നില്ല. നാറ്റോ മെമ്പർഷിപ്പ് സെലൻസ്കി എടുത്താൽ യുക്രൈൻ്റെ ആന്ത്യമാണെന്നാണ് പുടിൻ പറയുന്നത്. ഇതുവരെ ഞാൻ പിടിച്ച സ്ഥലമൊന്നും അല്ല സ്ഥലം. ഇനി ഞാൻ കീവും കാർക്കീവും അതിൻ്റെ അമ്മുമൊക്കെ ഞാൻ കീഴടക്കും. ആ രീതിയിലാണ് പുടിൻ നിൽക്കുന്നത്. അപ്പോൾ പുടിനെ എവിടെയെങ്കിലും വെച്ച് ഒന്ന് അറസ്റ്റ് ചെയ്യണമെങ്കിൽ ഒരു പോയിന്റ് പുള്ളിക്ക് കൊടുക്കണ്ടേ. എന്താ നാറ്റോയിൽ ചേരുന്നില്ല, പകരം ഞങ്ങൾ അമേരിക്ക അവനെ സഹായിക്കും ഏതെങ്കിലും ആപത്ത് വന്നു കഴിഞ്ഞാൽ. പക്ഷെ അവിടെ ഒരു പ്രശ്നം ചേട്ടാ, ഈ നാറ്റോ ചേർന്ന പുടിൻ്റെ പേടി ഈ നാറ്റോ രാജ്യങ്ങളിലൊക്കെ അമേരിക്ക അവരുടെ ന്യൂക്ലിയർ വാർഹെഡ്സ് കൊണ്ടുവച്ചിട്ടുണ്ട്. അതാണല്ലോ പ്രധാനപ്പെട്ട ഒരു പേടി. പക്ഷെ അമേരിക്ക പ്രൊട്ടക്ഷൻ കൊടുക്കാമെന്ന് പറഞ്ഞാലും അമേരിക്ക അവിടെ ആണവായുധം കൊണ്ടുവച്ചാലോ? ഈ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് വെറുതെയാണ്. അത് ശരി, ചുമ്മാ. അതായത് 2ാം ലോകമായ കാലത്ത് വിൻസ്റ്റൺ ചർച്ചിൽ പ്രൈം മിനിസ്റ്റർ ഇംഗ്ലണ്ടിൻ്റെ, വിൻസ്റ്റൺ ചർച്ചിൽ ഇവരോട് പറഞ്ഞു, ബ്രിട്ടീഷ് നേവിയോട് പറഞ്ഞു, നിങ്ങൾ ധൈര്യമായിട്ട് മുന്നേറിക്കോ, നിങ്ങൾക്ക് എയർ സപ്പോർട്ട് ഉണ്ടാവും എന്ന് പറഞ്ഞു. ഇവർ മുന്നേറി ജർമ്മനിയുടെ മിസൈലും അന്തർവാഹിനിയൊക്കെ കൊണ്ട് ആകെ കൂടെ വിഷമിച്ച് ഇവർ വെള്ളം കുടിക്കാൻ തുടങ്ങി. അപ്പോൾ ചേട്ടാ എയർ സപ്പോർട്ട് എവിടെയെന്ന് ചോദിച്ചു. നിൻ്റെ കയ്യിൽ ലൈഫ് ജാക്കറ്റില്ലേ, അതാണ് എയർ സപ്പോർട്ട്. അതിനത് എയർ നിറച്ച് അതാണ് എയർ സപ്പോർട്ട്. അല്ലാതെ വിമാനമൊന്നുമില്ല, വിമാനമൊക്കെ തീർന്നു. അങ്ങനെ ആകെ ആവശ്യമില്ലേ, നിനക്ക് പ്രശ്നം ഉണ്ടാകുന്നവരെ ഞാൻ കൂടെ ഉണ്ട്. അപ്പോൾ ഈ പറയുന്ന പോലെ അമേരിക്കൻ സപ്പോർട്ട് എന്നൊക്കെ അത് പറഞ്ഞാൽ മതിയല്ലേ, പിന്നെ എന്തെങ്കിലും നമുക്ക് ചെയ്യാം. തൽക്കാലം പിടിച്ചിരിക്കാതെ ഇത് തീർത്തിട്ട് വേണം പുള്ളിക്ക് നോബൽ സമ്മാനം മേടിക്കാൻ. നോബൽ സമ്മാനം കൊണ്ട് അപ്പുറത്തെ മുറിയിൽ ആളിരിക്കുന്നു. ചേട്ടാ ഈ യുക്രൈൻ യുദ്ധം തീർക്ക്, സമ്മാനം റെഡിയാണ്. യുദ്ധം തീർന്നു എന്ന് പറയാ, ചേട്ടൻ പുറത്ത് വരിക, ഞങ്ങൾ നോബൽ സമ്മാനം അങ്ങ് തരും. അല്ല അത്ര ധൃതി പിടിച്ച് അല്ലല്ല, ഞങ്ങളത് തരും. ഇതാണ് കണ്ടീഷൻ. അഥവാ ട്രംപ് അഭിനയിക്കുന്നത് ഇങ്ങനെയാണ്, ഇങ്ങനെ സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ പുള്ളിക്ക് എന്തെങ്കിലും തത്വ തരികിടയൊക്കെ പറഞ്ഞിട്ട് ഇത് കടവിൽ എത്തിക്കണം. പുടിൻ്റെ ഇത് തന്നെ ഒരു അവസരം ഒന്ന് കണ്ടിട്ട് പുള്ളിയുടെ ഒറിജിനൽ സ്റ്റാൻഡിൽ നിന്ന് മാറുന്നുമില്ല. അപ്പോൾ പക്ഷേ അമേരിക്കൻ ഗ്യാരണ്ടി സെലൻസ്കി സമ്മതിച്ചു എന്നുള്ളത് ഇയാളുടെ ട്രംപിൻ്റെ ഒരു വിജയം തന്നെയാണ്. നാറ്റോയിൽ ചേരുന്നില്ല എന്ന് എക്സ്പ്ലിസിറ്റായിട്ട് പറഞ്ഞിട്ടില്ല. ബട്ട് അമേരിക്കൻ ഗ്യാരണ്ടീസ് ആർ അക്സെപ്റ്റബിൾ എന്ന് അയാളെ കൊണ്ട് പറയിപ്പിച്ചു. പക്ഷെ ഭൂമിയുടെ കാര്യത്തിൽ സെലൻസ്കി തോറ്റു.
ഭൂമിയുടെ കാര്യത്തിൽ തോറ്റു എന്ന് പറയാറായിട്ടില്ല. ഇപ്പോഴും ഇത് മുന്നോട്ട് പോയിട്ടില്ലല്ലോ. ട്രംപ് ഈ കാര്യമൊക്കെ പറഞ്ഞിട്ട് പുടിനെ ഫോണിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഇന്നലെ തന്നെ. ഈ അലാസ്ക മീറ്റിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് പുടിൻ മോദിയെ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ വിളിച്ച് പറഞ്ഞു. നമ്മുടെ ലൂല ഡ സിൽവ, ബ്രസീലിൻ്റെ അങ്ങേരെ വിളിച്ച് പറഞ്ഞു, ചൈനയെ വിളിച്ച് പറഞ്ഞു, ഷീ ജിൻപിങ്ങിനെ വിളിച്ച് പറഞ്ഞു. അതൊരു അടയാളമാണ്. ബ്രിക്സിലെ മെമ്പർമാരെയാണ് പുള്ളിയെ വിളിച്ച് പറഞ്ഞത്. സൗത്ത് ആഫ്രിക്കയെ വിളിച്ച് പറഞ്ഞു. അങ്ങോട്ട് വിളിച്ച് പറയായിരുന്നു പുടിൻ, ഇങ്ങനെയൊക്കെ സംഭവിച്ചു, ഞാനും ട്രംപും തമ്മിൽ ഇത്രയും സംസാരിച്ചിട്ടുണ്ട്, ഇനി ആ ചെറുക്കൻ എന്ത് ചെയ്യുന്നു നോക്കാം. ശരി ചേട്ടൻ അതിൻ്റെ മട്ടം പോലെ നോക്കിക്കോ. അപ്പോൾ നമുക്ക് വേറൊരു ഇതും കൂടെയുണ്ട്. പുടിൻ ചോദിക്കുന്നു, അല്ല എണ്ണ പഴയതുപോലെ നിങ്ങൾ വാങ്ങുന്നില്ല. അപ്പം അത് വാങ്ങുന്നില്ല, കാരണം പുടിൻ ഇതുണ്ടാക്കി എണ്ണയുടെ വില കൂട്ടിക്കഴിഞ്ഞപ്പോൾ നമുക്ക് ലാഭമുള്ള സ്ഥലത്തല്ലേ വാങ്ങാൻ പറ്റുള്ളൂ. അപ്പം ഇത് കഴിഞ്ഞ മാസം തന്നെ ഇദ്ദേഹം ഇത് മെല്ലെ മെല്ലെ കൂട്ടുന്നു എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മൾ പെട്ടെന്ന് ഓർഡർ അൾജീരിയയിലേക്ക് മാറ്റി. അൾജീരിയയിൽ നിന്ന് എണ്ണ എടുക്കാൻ തുടങ്ങി. ടു ദാറ്റ് എക്സ്റ്റെൻറ്റ് റഷ്യയിൽ നിന്ന് എടുക്കുന്ന എണ്ണയുടെ അളവ് കുറഞ്ഞു വന്നു. അപ്പോൾ അത് ഞങ്ങൾ നേരത്തെ തന്നെ പ്രഖ്യാപിത നിലപാടാണ് ഇന്ത്യയുടെ. വില കുറവുള്ള സ്ഥലത്ത് നിന്ന് ഞങ്ങൾ മേടിക്കും. അയാൾ ആരുമായിട്ട് വഴക്കാണ്, ആരുമായിട്ട് യുദ്ധമാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. കാരണം നാട്ടിൽ ഒരുപാട് വഴക്കും യുദ്ധമൊക്കെ നടക്കുന്നു. ഇതിൻ്റെ ഇക്വേഷൻസ് എല്ലാം നോക്കിയിട്ട് ഞങ്ങൾക്ക് എണ്ണ മേടിക്കാൻ പറ്റുമോ? വില കുറച്ച എണ്ണ ആര് തരുന്നു? ഞങ്ങൾ അവിടെ നിന്ന് മേടിക്കും. അപ്പോൾ വെറുതെ തന്നാലോ? വെറുതെ മേടിക്കും. നമുക്ക് നമ്മുടെ കച്ചവടം മാത്രം. ഇന്ത്യ ഒരു പ്രത്യേക രാജ്യമാണ്. ഞങ്ങൾ ആരുമായിട്ടും വഴക്കിനില്ല. ഞങ്ങൾക്ക് വില കുറഞ്ഞ എവിടെ കിട്ടുന്നു ഞങ്ങളത് മേടിക്കും. അമേരിക്ക സാങ്ഷൻ, ഇതാണ് താരിഫ് 50%. ശരി വേണ്ട, ഞങ്ങൾ ആഫ്രിക്കയിലോ സിംഗപ്പൂരിലോ എവിടെയെങ്കിലും കൊണ്ടുവന്ന് കച്ചവടം നടത്താം. താനുമായിട്ട് ഗുസ്തിക്ക് ഞങ്ങളില്ല. ഞാൻ ഓഗസ്റ്റിൽ ചർച്ചയ്ക്ക് വരില്ല. വേണ്ടപ്പ, അത്രയും മാർക്കിലോട് കുറയും. എന്ത് ചർച്ച ചെയ്യാനാണ് ഇത്? കാരണം ഇങ്ങനെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടൊന്നുമില്ല. കാർഷിക നയത്തിൽ ഒരു ഇളവിനും ഇന്ത്യ തയ്യാറല്ല. സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയിൽ ഒരിളവിനും നമ്മൾ തയ്യാറല്ല. പാലുൽപ്പന്നങ്ങളുടെ കാര്യത്തിൽ ഒരിളവിനും നമ്മൾ തയ്യാറല്ല. പിന്നെ എന്താ ചർച്ച ചെയ്യാനുള്ളത്? ഈ 3 ഇളവുകളാണ് അമേരിക്ക ആവശ്യപ്പെടുന്നത്. ഇത് കൊടുക്കാൻ നമ്മൾ തയ്യാറുമില്ല. പിന്നെ ചർച്ച ചെയ്തിട്ട് കാര്യം എന്താ? ചർച്ചയില്ല, വേണ്ട. അതേസമയം ഐമെക് എന്ന് പറഞ്ഞിട്ട് പുറകെ കൂടെ ചർച്ച നടക്കുന്നുണ്ട്. അമേരിക്ക, ഇന്ത്യ, യൂറോപ്പ് ഒക്കെ ആയിട്ട്. ഇംഗ്ലണ്ടുമായിട്ട് നമ്മൾ ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റും ഉണ്ട്. ഇതിനിടയ്ക്ക് മരിച്ചു പോയൊരു സാധനമുണ്ട്. അതെന്നറിയാമോ? WTO, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. ഓർക്കുന്നുണ്ടോ? 90-ൽ അതിനെ ചൊല്ലിയുള്ള വലിയ കോലാഹലങ്ങൾ ഡ്രാഫ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് ഈ അമേരിക്കയും യൂറോപ്പും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ? ലോകം മുഴുവൻ നമ്മൾ ഒറ്റ കുടുംബമാണ്. താരിഫ് സംഗതി അതൊന്നുമില്ല. ഫ്രീ ട്രേഡ്. ഉൽപ്പന്നങ്ങൾ ചുമ്മാ അങ്ങോട്ട് ഒഴുകും. ലോകം മുഴുവൻ എവിടെയാണോ കുറവ് അങ്ങോട്ടേക്ക് ഒഴുകുക, എവിടെയാണോ കൂടുതൽ കുറവുള്ള സ്ഥലത്തേക്ക് പോകും. ഇങ്ങനെയൊക്കെ ആയിട്ട് ലോകം മുഴുവൻ ഗ്ലോബൽ വില്ലേജ്. ഇവിടെ അത് കേൾക്കാൻ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഇത് മുഴുവൻ ശുദ്ധ തട്ടിപ്പാണ്, സായിപ്പന്മാർ നമ്മളെ കളിപ്പിക്കുകയാണ് എന്ന് വിളിച്ചു പറഞ്ഞ് അറസ്റ്റിലായ ഏക മനുഷ്യൻ BMSൻ്റെ സ്ഥാപകനായിരുന്നു ദത്തോപന്ത് ഠേംഗഡി. അങ്ങനെ അന്നേ പറഞ്ഞു ഇത് നാശത്തിനാണ്, ഇതിൽ കള്ളന്മാരാണ്, ഇത് ചെയ്യില്ല. അവരുടെ ആവശ്യം ഇപ്പോൾ ഇതാണ്, അതുകൊണ്ട് അത് ചെയ്യുന്നു. അത് കഴിയുമ്പോൾ എതിർത്ത് തോട്ടിക്കളയും. ഇപ്പോൾ എവിടെ പോയി WTO, വേൾഡ് എക്കണോമിക് ഫോറം? ഈ സാധനങ്ങളൊക്കെ എവിടെ പോയി? ഒന്നുമില്ല. ട്രംപ് അങ്ങോട്ട് താരിഫ് അടിക്കാൻ തുടങ്ങി. എല്ലാം കൂടെ അങ്ങ് അലങ്കോലമായി. ഓരോരുത്തരും അവരവരുടെ രീതിക്ക് അങ്ങ് പോയി. ഓരോ രാജ്യവും സ്വന്തം താല്പര്യം സംരക്ഷിക്കാൻ തുടങ്ങി. മറ്റത് എന്തൊക്കെയായിരുന്നു? ആൻറ്റി ഡംപിങ് ഡ്യൂട്ടി, ഇത് ലേബർ ഒഴിച്ച് ബാക്കിയല്ല. അന്ന് നമ്മളൊരു കണ്ടീഷൻ പറഞ്ഞിരുന്നു WTO നെഗോസിയേഷൻ. അതാരും സമ്മതിച്ചില്ല. നമ്മൾ പറഞ്ഞു ഇതേപോലെ ഈ ഉൽപ്പന്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് പോലെ ലേബറും അങ്ങോട്ടും ഇങ്ങോട്ടും പോകണം. അപ്പോൾ ബാക്കി രാജ്യങ്ങൾ അതൊന്നും പറ്റില്ല. അല്ല, ഞങ്ങളുടെ കയ്യിൽ വില കുറഞ്ഞ ലേബറുണ്ട്, കുറഞ്ഞ ശമ്പളത്തിൽ ജോലി ചെയ്യാനുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവർ അമേരിക്കയിലേക്കോ ഇംഗ്ലണ്ടിലേക്കോ അവിടെ ഇവിടെയൊക്കെ സൗകര്യം പോലെ പോകണ്ടേ? അല്ല, അത് പറ്റില്ല. പ്രോഡക്റ്റ് മാത്രമേ പറ്റുള്ളൂ. ആൾ വേണം ഞങ്ങൾക്ക്. പക്ഷേ അത് ഞങ്ങൾ നിയന്ത്രിച്ച് ഞങ്ങൾക്ക് ആവശ്യമുള്ളവരെ മാത്രമായിട്ട് എടുക്കും. ഇങ്ങനെ നടത്തിയ കള്ളത്തരമാണ് ഇപ്പോൾ ട്രംപ് അയാളുടെ സൗകര്യത്തിന് ഇതെല്ലാം കൂടെ ഇടിച്ചു പൊളിച്ചിരിക്കുന്നത്. ഇത് മറ്റാർക്കും മനസ്സിലാവുന്നില്ല. സുഖമായിട്ട് മനസ്സിലാവുന്നുണ്ട്, എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് ഇംഗ്ലണ്ട് നമ്മളുമായിട്ട് ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ് നടത്തി. എന്നിട്ട് അതേ ഇംഗ്ലണ്ട്
അമേരിക്കയുമായിട്ട് ചേർന്ന് വേറെ താരിഫ് എഗ്രിമെൻ്റ് നടത്തി. നമ്മളുമായിട്ട് ഒരു എഗ്രിമെൻറ്റിനും ട്രംപ് സമ്മതിക്കുന്നില്ല, വേണ്ടാന്ന് പറഞ്ഞ് നമ്മൾ നിൽക്കുന്നു. ഒരു ആൻസൈറ്റിയും സംഗതി നമ്മൾ കാണിക്കുന്നില്ല. ഏകപക്ഷീയമായിട്ടാണ് അമേരിക്ക ക്യാൻസൽ ചെയ്തത്. ഞങ്ങൾ ഡൽഹിയിൽ വരുന്നില്ല. ഈ ഓഗസ്റ്റ് 21 ചർച്ച വെച്ചിരുന്നത്. ഞങ്ങൾ വരുന്നില്ല എന്ന് പറഞ്ഞു. ഓക്കെ ഫൈൻ. അതല്ലാതെ അയ്യോ ഒന്നും അങ്ങനെയല്ല ചേട്ടാ, നമുക്ക് സംസാരിക്കാം, പുനഃപരിശോധിക്കണം, ഒന്നുമില്ല, വരുന്നത് വരട്ടെ എന്ന് പറഞ്ഞു നിൽക്കുക. അത് മാത്രമല്ല, ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ ചെയ്യുന്നത് ചൈനയുമായിട്ട്, ചൈനയുടെ വിദേശകാര്യമന്ത്രി വന്നല്ലേ ഇവിടെ, ഡൽഹിയിൽ വന്നു, അങ്ങേരുമായിട്ട് ചർച്ച ചെയ്യുന്നു. അതിർത്തി തർക്കം ഇപ്പോഴും തീർന്നിട്ടില്ല. അപ്പോൾ നമ്മളെടുക്കുന്ന സ്റ്റാൻഡ് അതിർത്തി തർക്കത്തിൽ എന്തൊക്കെ സംഭവിക്കുന്നോ അതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ട്രേഡിനെ അത് ബാധിക്കരുത്. അതിൻ്റെ ഭാഗമായിട്ട് ഈ വാങ്ങി അങ്ങേര് വരുന്നതിന് മുമ്പേ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ഈ വളം ഇമ്പോർട്ട് ചെയ്യുന്നതിലൊരു ബാൻ ഉണ്ടായിരുന്നു. ചൈനയിൽ നിന്ന് നമ്മൾ യൂറിയ വാങ്ങുന്നു. യൂറിയ ഇത്ര തരുള്ളൂ, 40,000 ടൺ മാത്രമേ തരുള്ളൂ. ശരി മതി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വേറെ യൂറിയ മേടിക്കുന്നു. ഇപ്പോൾ പുള്ളി പറഞ്ഞു അല്ല, അത് ഞങ്ങൾ കൂട്ടാം, എത്ര വേണമെങ്കിലും. അതിൻ്റെ ബാൻ എടുത്ത് കളഞ്ഞു. എത്ര വേണമെങ്കിലും യൂറിയ ചൈനയിൽ നിന്ന് ലിഫ്റ്റ് ചെയ്തു വന്നു. ശരി എന്ന് പറഞ്ഞിട്ട് ഒരു കൗണ്ടർ എന്നുള്ളതിലേക്ക് നമ്മൾ ചെയ്തത്, റഷ്യയിൽ നിന്ന് വാങ്ങിയ എണ്ണയുണ്ടല്ലോ, അത് നമ്മുടെ നയാര റിഫൈനറി വന്നിട്ട് റിഫൈൻ ചെയ്തിട്ടുള്ള എണ്ണ, അതിൻ്റെ ഒരു കപ്പൽ പകുതി വഴിക്ക് വെച്ച് സ്റ്റോപ്പ് ചെയ്തു. അത് കടലിലെങ്ങാണ്ട് നങ്കൂരമിട്ട് കിടക്കുന്നു. എങ്ങോട്ട് പോകണം എന്നുള്ള ഡയറക്ഷൻ. 2 ദിവസം കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഡയറക്ഷൻ കിട്ടുന്നു ചൈനയിലേക്ക് വിട്ടുപോകാൻ. അങ്ങനെ ആദ്യമായിട്ട് റിഫൈൻഡ് ഓയിൽ നമ്മൾ ചൈനയിലേക്ക് എക്സ്പോർട്ട് ചെയ്തു. ഒരൊറ്റ കപ്പലേ ഉള്ളൂ, നയറയുടെ ഒരു കപ്പൽ. ബട്ട് ദാറ്റ് വാസ് എ വെരി ബിഗ് സിഗ്നൽ. കാരണം നമ്മൾ ഈ എണ്ണ ഈ മണി ലോണ്ടറിങ് എന്ന് പറയുന്ന പോലെ ഓയിൽ ലോണ്ടറിങ് ചെയ്യുന്നു എന്നാണ് ആരോപണം. എണ്ണക്കള്ളക്കടത്ത്. അതെ, ഒരു പ്രശസ്ത സാമ്പത്തിക വിദഗ്ധനാണ്, ഞങ്ങളുടെ പേരെനിക്കിപ്പോൾ ഓർമ്മ വരുന്നില്ല. അങ്ങേര് കഴിഞ്ഞ ആഴ്ചയിലാണ് ആദ്യമായിട്ട് ഈ വാക്ക് ഉപയോഗിക്കുന്നത്. ഇന്ത്യ ഈസ് ഡൂയിങ് ഓയിൽ ലോണ്ടറിങ്. റഷ്യയുടെ നിന്ന് വാങ്ങിച്ചിട്ട് റിഫൈൻ ചെയ്തിട്ട് വേറെ കച്ചവടം അടിക്കുക. അതാണല്ലോ ലോണ്ടറിങ് എന്ന് പറയുന്നത്. കള്ളപ്പണം വെള്ളപ്പണമാക്കി മാറ്റുക. ഇത് വന്ന് നമ്മൾ റഷ്യയിൽ നിന്ന് വാങ്ങിച്ചിട്ട് ചൈനയ്ക്ക് കൊടുക്കുന്നു. ചൈന ഡയറക്റ്റ് റഷ്യയിൽ നിന്ന് വാങ്ങുന്നുണ്ട്, ക്രൂഡ് വാങ്ങുന്നുണ്ട്. നമ്മൾ റിഫൈൻഡ് ഓയിൽ ചൈനയ്ക്ക് കൊടുത്തു. ഒരു സിഗ്നൽ, ഒറ്റ കപ്പൽ. ദിസ് ഈസ് ദ വേ വി ആർ ഓപ്പറേറ്റിംഗ്. ഇതൊന്നും ട്രംപിന് ദഹിക്കുന്നില്ല. അയാളെ ചലഞ്ച് ചെയ്തുകൊണ്ടാണ് ഇന്ത്യ ഇതൊക്കെ ചെയ്യുന്നത്. എന്നാൽ ഇന്ത്യ ഒട്ട് ചലഞ്ച് ചെയ്യാനും പോകുന്നില്ല. വാക്കുകൊണ്ട് ഒരു ചലഞ്ചും ഇല്ല, ഒന്നുമില്ല, ശാന്തമായിട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ. ഇനിയിപ്പോൾ ട്രൈലാറ്റ് ഉണ്ടാകും. ട്രൈലാറ്ററൽ മീറ്റിങ്ങിനാണ് ഈ ട്രൈലാറ്റ്. അതുകൂടാതെ മറ്റൊന്നുകൂടെ ഉണ്ടായല്ലോ, കഴിഞ്ഞ മാസം ഈ ഓഗസ്റ്റ് 4 ധനകാര്യം RBI ഒരു ഓർഡർ ഇറക്കിയിരുന്നു. വാസ്ട്രോ അക്കൗണ്ട്സ് അല്ലേ, വാസ്ട്രോ അക്കൗണ്ട്സ് തുറക്കാനായിട്ട് മുൻകൂർ അനുമതി വേണ്ട. അത് ശരിക്കും ഡോളറിന് ബദലായിട്ട് ഇന്ത്യൻ കറൻസി ഉപയോഗിച്ച് വ്യാപാരം നടത്താൻ പറ്റുന്ന ഒരു സംവിധാനമാണ്. ഈ വാസ്ട്രോ അക്കൗണ്ട് ഇപ്പോൾ തുടങ്ങിയതാണ്. നേരത്തെ RBIയുടെ പെർമിഷനോട് കൂടിയിട്ട് റൂബിൾ ട്രേഡ് പലരും നമ്മളുടെ അടുത്ത് സൗദി അറേബ്യ ചെയ്യുന്നുണ്ട്. അവരുടെ കറൻസി നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം, നമ്മുടെ കറൻസി അവർക്ക് അക്സെപ്റ്റബിൾ ആണ്. ഈ ഒരു രീതിയിൽ ഈ നമ്മുടെ പാലക്കാട് തൃശ്ശൂർ പ്രൈവറ്റ് ബസ്സുകാർ പാരൽ കോയിൻ അടിച്ചിരുന്നു. കോയിനല്ല, കൂപ്പണാണ്. ടിക്കറ്റ് ഇല്ല. 5 പൈസ 10 പൈസ. ടിക്കറ്റ് ഉണ്ടായിരുന്നില്ല അവിടെ. ബാക്കി കൊടുക്കാൻ കാശില്ല. കൂപ്പൺ എന്ത് ചെയ്യും? കൂപ്പൺ കൊടുക്കും. ഈ കൂപ്പൺ തൃശ്ശൂരെ കടക്കാരെല്ലാം വാങ്ങും, തൃശ്ശൂരെ പ്രൈവറ്റ് ബസ്സുകാർ വാങ്ങും, പാലക്കാട്ടെ കടക്കാരെല്ലാം വാങ്ങും, പാലക്കാട്ടെ ബസ്സുകാർ വാങ്ങും. അപ്പോൾ പിന്നെ പ്രശ്നമില്ലല്ലോ. റിസർവ് ബാങ്കിനോട് പോയി തോട് തേകാൻ പറ എന്ന് പറഞ്ഞിട്ട് ചില്ലറ ക്ഷാമം കൊണ്ട് ചെയ്തതാണ്. ബട്ട് അത് ഭംഗിയായിട്ട് ഓടി കുറക്കാലം, വളരെ ഭംഗിയായിട്ട്. ഇതേ പരിപാടി ഇൻ്റർനാഷണൽ തലത്തിൽ ഇന്ത്യ ചെയ്യുന്നു. സൗദി അറേബ്യയോട് പറയും എൻ്റെ രൂപ ചേട്ടന്, പിന്നെന്താ, നിങ്ങളുമായിട്ടുള്ള കച്ചവടം രൂപയിൽ അതിന് പ്രത്യേക ഒരു ഇപ്പോൾ ആ വാസ്ട്രോ അക്കൗണ്ട് എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ട് ഇത് റിസർവ് ബാങ്കിൻ്റെ ഓൾറെഡി പെർമിഷൻ എടുത്തിട്ട് അതിനൊരു അക്കൗണ്ട് തുടങ്ങുക, എന്നിട്ട് കച്ചവടം നടക്കട്ടെ. മറ്റേത് ഓരോന്നിനും റിസർവ് ബാങ്കിൻ്റെ പെർമിഷൻ. ഇപ്പോൾ ദാറ്റ് ഈസ് നോട്ട് റിക്വയർഡ്. അത് ഒരു ബദൽ സംവിധാനം ആണല്ലോ. അതെ അതെ അതെ. ഏതായാലും ഇപ്പോൾ ഞാൻ കൗതുകമായിട്ട് തോന്നിയത്, മോദി ഇന്നലെ നമ്മുടെ പ്രധാനമന്ത്രി ഇപ്പോൾ പുടിൻ വിളിച്ചതുമായി ബന്ധപ്പെട്ടൊരു എക്സിലൊരു പോസ്റ്റ് ഇട്ടത്. അതിനകത്ത് മൈ ഫ്രണ്ട് പുടിൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. അല്ല, അത് ഒരു ഫോർമാലിറ്റി മാത്രമാണത്. ഈ വെറുതെ മോദിയെ കളിയാക്കാൻ വേണ്ടി അത് ഉപയോഗിക്കുന്നു എന്നുള്ളതല്ലാതെ
സി എല്ലാ രാജ്യങ്ങളും തലവന്മാരും ഒക്കെ ഇങ്ങനെ ചെയ്യാറുണ്ട്. മൈ ഫ്രണ്ട്, മൈ ഡിയർ എന്നൊക്കെ പറയും. അതല്ലേ അതിൻ്റെ ഒരു മര്യാദ അതല്ലേ? അല്ല, മുമ്പ് ഇങ്ങനെ ഫ്രണ്ട് എന്ന് വിളിച്ച ഒരാളായിരുന്നു ട്രംപ്. ഹീ സ്റ്റിൽ എ ഫ്രണ്ട്. ബിക്കോസ് ഹീ ഈസ് ട്രൈങ് ടു സേവ് ഹിസ് കൺട്രി. അതുകൊണ്ട് അയാൾ നമ്മുടെ ഫ്രണ്ട് അല്ലാതെ ഒന്നും ആകുന്നില്ല. ഞാനിത് ഈ ട്രംപ് വരുന്നതിന് സ്വാഗതം ചെയ്തൊരു മനുഷ്യനാണ് ഞാൻ. അന്നും ഞാനൊരു ഫുട് നോട്ട് ചേർക്കുമായിരുന്നു. സാമ്പത്തികമായിട്ട് ഭാരതത്തിന് നഷ്ടം വരാൻ സാധ്യതയുണ്ട്. ബട്ട് അമേരിക്കയിൽ ഒരു നാഷണലിസ്റ്റ് വരുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. അമേരിക്കയുടെ താല്പര്യം അങ്ങേര് നോക്കുന്നു. ആ കൂട്ടത്തിൽ സാമ്പത്തികമായിട്ട് നമ്മളെ അങ്ങേര് ബിസിനസ് രീതിയിലാണ് കാണുന്നത്. നാളെ അങ്ങേർക്ക് ബെനിഫിഷ്യൽ ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ അങ്ങേര് ഈ താരിഫൊക്കെ എടുത്ത് മാറ്റും. അതെ, ഒറ്റയടിക്ക്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ട്രംപിനെ കുറ്റം പറയുന്നത് എന്തിനാണ്? അങ്ങേര് അമേരിക്കയുടെ താല്പര്യം നോക്കുന്നു. നമ്മൾ സ്വന്തം താല്പര്യം എന്താ നമ്മുടെ നോബൽ സമ്മാനം കിട്ടണമെന്നുള്ള ഒരാഗ്രഹം, അവസാനത്തെ ഒരാഗ്രഹം. അല്ല ചേട്ടാ, ഇപ്പോൾ യുദ്ധം ഇപ്പോൾ അവസാനിക്കുമോ? ഉക്രൈൻ വാർ ഇപ്പോൾ തീരാൻ സാധ്യതയുണ്ടോ? തീരും എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്ളാഡിമിർ പുടിൻ പറഞ്ഞ ടേംസിൽ തീരും. അതല്ലാതെ വേറെ മാർഗ്ഗമില്ല. യൂറോപ്പിൻ്റെ പേടി എന്താണ്? ഈ യൂറോപ്പ് ഇത്രയും ഒക്കെ ഓടിക്കൂടാനും സെലൻസ്കിയെ സംരക്ഷിക്കാനും ഒക്കെയുള്ള കാര്യം എന്താ? പുടിന് പേടിയുള്ളതുപോലെ യൂറോപ്പിനും പേടിയുണ്ട്. ഇപ്പോൾ യുക്രൈനിലേക്ക് പുടിൻ കയറിയെന്ന് വെച്ചോ, അവിടെ നിന്നിട്ട് പുടിൻ ഇങ്ങനെ പടിഞ്ഞാറോട്ട് നോക്കും. ആരൊക്കെയാണ്? ജർമ്മനി. ഇവിടെ ആ നിൽക്കുന്ന ജർമ്മനിയല്ലേ, ഒരു തട്ട് കൊടുത്തേ. അല്ല ചേട്ടാ, അത് വേണം, നീ ചുമ്മാ തട്ടുക, പഴയ ചില കണക്കുകളൊക്കെ തീർക്കാൻ. ഇങ്ങനെ സംഭവിച്ചെങ്കിലോ? ഏറ്റവും വരണ്ടിരിക്കുന്നത് ഫിൻലൻഡാണ്. ഫിൻലൻഡിന് 800 മൈൽ എന്ന് പറയുമ്പോൾ 10,200 കിലോമീറ്റർ വരും. അത്രയും അതിർത്തിയുണ്ട് റഷ്യയുമായിട്ട്. ഫിനിഷ് പ്രസിഡന്റ് ട്രംപിനെ കാണാൻ പോയിരുന്നു കൂടെ. എന്താ സ്റ്റൂബ്, അലക്സാണ്ടർ സ്റ്റൂബ്. നമ്മൾ മലയാളികൾ സ്റ്റബ് എന്ന് വായിക്കും, STUBB. അപ്പോൾ സ്റ്റൂബിൻ്റെ പേടി അതാണ്. ഫിൻലൻഡിനെയൊക്കെ വിഴുങ്ങുക എന്ന് പറഞ്ഞാൽ റഷ്യക്ക് വലിയ നേരമൊന്നും വേണ്ട. പോളണ്ട് ആ ബോർഡറിൽ കിടക്കുന്ന യൂറോപ്പിൻ്റെയും റഷ്യയുടെയും ഇടയിൽ കിടക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ, അല്ലെങ്കിൽ അവരെ റഷ്യക്കാരെന്നും പറയാം. റഷ്യ ചെതറിത്തെറിച്ചാണല്ലോ ഇതുങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അവർക്കെല്ലാം ഈ പേടിയുണ്ട്. ജോർജിയയെ അറ്റാക്ക് ചെയ്താണ് 2008. അപ്പോൾ റഷ്യ എന്ന് പറയുമ്പോൾ ഭീമാകാരമായ വലിപ്പവും ഇത്രയധികം ആയുധ സന്നാഹവും സംഗതിയൊക്കെ ഉള്ളൊരു രാജ്യം. ഇവർക്ക് കിടന്ന ഉറക്കം വരുന്നില്ല. ഇവർ കയറി ഒരു അടിയടിച്ചാലോ. അപ്പോൾ ബഫർ സോണായിട്ട് ഈ യുക്രൈൻ, ജോർജിയ, ഫിൻലൻഡ് ഒക്കെ കിടക്കുന്നു. അതിനപ്പുറത്താണ് ജർമ്മനി, ഫ്രാൻസ്, ഇവരൊക്കെ. അപ്പോൾ ഇയാൾക്ക് വലിയ കാര്യമല്ലെന്ന് ഇത്. 24 hours കൊണ്ട് അയാൾ തീർത്ത് കളയും. ഇവരാണെങ്കിൽ ഈ നാറ്റോ സഖ്യം ഉള്ളതുകൊണ്ട് സ്വന്തമായിട്ട് ആയുധവും മണ്ണാങ്കട്ടെ കാര്യമായി കുറച്ചെങ്കിലും ഉള്ളത് ഫ്രാൻസിനാണ്. ബാക്കിയുള്ളവരൊക്കെ കാലിയാണ്. ജർമ്മനിയുടെ പട്ടാളം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറവേ ഉള്ളൂ. 10,000 പട്ടാളക്കാരേ ഉള്ളൂ. അത് ട്രംപ് ഇപ്പോൾ പറഞ്ഞു, നിങ്ങൾ 5% നിങ്ങൾ ഇത് ഡിഫൻസിൽ ഇൻക്രീസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ചെയ്തു വരുന്നേ ഉള്ളൂ അവർ. അപ്പോൾ ആ അവസ്ഥയിൽ അവർക്ക് പുടിനെ വല്ലാത്ത പേടിയാണ്. അവർ ഈ യുക്രൈനിൽ വെച്ചിട്ട് പുടിനെ ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത് മുഴുവൻ അവനവൻ്റെ രക്ഷിക്കാനല്ല. അത് സെലൻസ്കിയോട് സ്നേഹം ഉണ്ടായിട്ടൊന്നുമല്ല. ഇവിടെ വെച്ചെങ്കിലും ഇവനെ തീർത്തില്ലെങ്കിൽ ഇവൻ ഇനി നമ്മുടെ അപ്പുറത്താണ് ഉക്രൈൻ കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ തലയിലിരിക്കും പുടിൻ. അതിന് മടിയൊന്നുമുള്ള ആളല്ല. ചൈനയുടെ ബാക്കിങ്ങും ഉണ്ട്. ചൈന 2 രീതിയിൽ യൂറോപ്പിനെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് അവരുടെ സാമ്പത്തിക ശക്തി കൊണ്ട്, വേറൊന്ന് റഷ്യയുടെ ആയുധശക്തി കൊണ്ട്. അപ്പോൾ ആ കിടക്കപ്രതി ഇല്ലായ്മ കൊണ്ടാണ് ഇത്രയും പേര് ഓടി ട്രംപിൻ്റെ അടുത്ത് വന്നത്. ഏതായാലും യുദ്ധം തീരുന്നെങ്കിൽ തീരട്ടെ, അല്ലേ? തീരുന്നെങ്കിൽ തീരട്ടെ, നല്ല കാര്യം. പക്ഷെ ഞാനിപ്പോഴും പ്രതീക്ഷിക്കുന്നത് പുടിൻ്റെ ടേംസിലേ തീരുള്ളൂ, അല്ലാതെ വേറെ ആരെന്തും. പിന്നെ വരുമ്പോൾ ഫലത്തിൽ ജയിക്കുന്നത് പുടിനാണ്. പുടിന് ജയിക്കാൻ അറിയാവുന്ന. അങ്ങനെ വിട്ടുകൊടുക്കാനായിട്ട് ചില പോയിൻറ്റ്സ് എഴുതും. ഈ ഞാനൊക്കെ സർവീസിലുണ്ടായിരുന്നപ്പോൾ ഞങ്ങൾ എന്ത് ലെറ്റർ തയ്യാറാക്കി കൊടുത്തു കഴിഞ്ഞാലും എക്സിക്യൂട്ടീവ് ഡയറക്ടർ അത് വെട്ടും. അപ്പോൾ ഇതിന് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെട്ടാനായിട്ടൊരു പാരഗ്രാഫ് അതിൽ എഴുതി വയ്ക്കും. അത് പുള്ളി വെട്ടും, സന്തോഷമായി. അതല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ വെട്ടും. അവിടെ ഇവിടെ വെട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കംപ്ലീറ്റ് ലെറ്ററിൻ്റെ ബോഡി മാറ്റണം. അതിന് പകരം വെട്ടാനായിട്ട് മനഃപൂർവ്വം. ഇതുപോലെ പുടിനും വിട്ടുകൊടുക്കുന്നു എന്നൊരു ഇമ്പ്രഷൻ വരുത്താനായിട്ട് പുള്ളി ഒരു പോയിന്റ് വയ്ക്കും. അത് വിട്ടുകൊടുക്കും.
തീർന്നു. അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും തീരും. സാധാരണഗതിയിൽ ഇൻ്റർനാഷണൽ തർക്കങ്ങൾ തീരുന്നത് ഇങ്ങനെയാണ്. അതെ അതെ, ഏതായാലും നല്ലത് സംഭവിക്കട്ടെ അല്ലേ. റൈറ്റ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.